ലാൽ സലാം മോഹൻലാലിൻ്റെ എമ്പുരാൻ എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് ഇതാ പുതിയ തലങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇന്ന് വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ വന്നിരിക്കുകയാണ്. ഒഫീഷ്യലായി വന്നിരിക്കുന്ന ആ ഒരു കളക്ഷൻ ഇന്ന് മലയാള സിനിമ കൊതിക്കുന്ന ഒരു പക്ഷേ ചില സിനിമകളുടെ ഫൈനൽ കളക്ഷനാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ ക്രോസ് ചെയ്തിരിക്കുന്നത് 35 കോടിയാണ്. അതെ, സർവകാല റെക്കോർഡാണ്. സർവകാല റെക്കോർഡെന്നല്ല, ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള റെക്കോർഡ് പിറന്നിട്ടേ ഇല്ല എന്നാണ് മലയാളത്തിൽ പറയാനുള്ളത്. ഇവിടെ ഇനിയും 3 ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. 4-ാം ദിവസം തിയേറ്ററുകൾ പിടിപ്പിക്കാൻ അവൻ ഇറങ്ങുമെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും ഫസ്റ്റ് ദിവസം ഇനി ടിക്കറ്റ് കിട്ടണമെങ്കിൽ വലിയ പ്രയാസം തന്നെയാണ്. ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ടിക്കറ്റ് ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന് പറയാം. ഇവിടെ 50 കോടി ആദ്യ ദിവസം ഉറപ്പിച്ചിരിക്കുന്നു ഈ ഒരു സിനിമ. മലയാള അല്ലെങ്കിൽ മോഹൻലാൽ വുഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി മാറുകയാണ്. മൊല്ലുവുഡ് അല്ലെങ്കിൽ മോളിവുഡ് എന്നുള്ളതൊക്കെ പേര് മാറ്റേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് 10 കോടിയാണ് സിനിമയ്ക്ക് പ്രീസെയിൽ വന്നതെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3.25 കോടിയോളമാണ് വന്നിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യക്ക് പുറത്ത് നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏറെക്കുറെ 22 കോടിയോളം ആണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ മൊത്തം 35 കോടിയിലേക്കാണ് സിനിമ എത്തിയിരിക്കുന്നത്. വലിയ താമസമില്ലാതെ 50 കോടിയിലേക്ക് സിനിമ ടച്ച് ചെയ്യും. ഇനിയുള്ള 3 ദിവസങ്ങൾ ആ റേഞ്ചിലേക്കായിരിക്കും പോകുന്നത്. ഇന്ന് തമിഴ്നാട്ടിലൊക്കെ മികച്ച രീതിയിലുള്ള ബുക്കിംഗ് കാണാൻ കഴിയുന്നു. നല്ല സംഭാവന അല്ലെങ്കിൽ നല്ല ലെവലിലുള്ള കളക്ഷൻ വന്നിരിക്കുന്നത് നമുക്ക് കർണാടകയിൽ നിന്നാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു സംഭവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണേലും ഒഫീഷ്യൽ ആയി വന്നിരിക്കുന്ന ഈ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ ഏറെ സന്തോഷം നൽകുന്നു. മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് ഈ സിനിമ എത്തുകയാണ്.